ധാരാളം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റിലുമുണ്ട് അല്ലേ? എന്നാൽ യാത്രകളെ അധികം സ്നേഹിക്കാത്ത കുറച്ചാളുകളുമുണ്ട്. ഇന്ന് വേൾഡ് ടൂറിസം ഡേ ആണ്. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ടൂറിസം എന്ന ടോപ്പിക്കാണ് കേട്ടോ. യാത്രകൾ ചെയ്യുമ്പോൾ ധാരാളം അനുഭവ സമ്പത്താണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ യാത്രകൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യം കൂടിയായി മാറുകയാണ്. കാരണം ചില സമയത്ത് നമുക്ക് യാത്രകളാണ് കൂടുതൽ റിലാക്സേഷൻ തരുന്നത്. നമ്മളൊന്ന് റിലാക്സ് ചെയ്യിക്കാനും മൈൻഡ് ഒന്ന് ജോയ്ഫുൾ ആക്കാനും നമ്മൾ പലരും ഇപ്പോൾ ദീർഘദൂര യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? ഒരേ സ്ഥലത്ത് തന്നെ കുറേ നാൾ നിൽക്കുക ഇതൊരു ബോറിംഗ് പരിപാടിയാണ്. ഇതത്ര രസമില്ല ഒരേപോലെ ലൈഫ്. എന്നാ ഒന്ന് യാത്ര ചെയ്ത് കളയാം എന്ന് വിചാരിക്കുന്നവരും ഉണ്ട്. അത്രയും യാത്രകൾ സിമ്പിളായി എടുക്കുന്നവർ. കുറച്ച് പേര് യാത്ര ചെയ്യുമ്പോൾ എത്ര കഷ്ടപ്പാടാണ്, അല്ലെങ്കിൽ ഈ ചെലവുകളൊക്കെ അനാവശ്യമല്ലേ, ഇത്രയും ദൂരെയൊക്കെ പോയി സന്തോഷം തേടേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ചിന്തിക്കുന്ന ചിലരും ഉണ്ട്. ഇനി ശാരീരിക അസ്വസ്ഥതകൾ മൂലം യാത്ര ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ചിലർക്ക് യാത്രകൾ ഒരുപാട് ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷെ ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർ കുറേ വ്ളോഗ്സ് കാണും അല്ലേ? പിന്നെ യാത്രകളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്യും. പണ്ടൊക്കെ ധാരാളം ട്രാവൽ ഡയറീസ് വായിക്കുന്നവർ, ട്രാവലോഗ്സ് വായിക്കുന്നവർ ഒക്കെ ഉണ്ടായിരുന്നു. സഞ്ചാര സാഹിത്യം തന്നെ മലയാളത്തിലുണ്ട് എന്നുള്ളത് നമുക്കറിയാം അല്ലേ? അപ്പോൾ യാത്രകൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് ഉള്ളത്? നമുക്ക് ഡിഫറെൻ്റ് എക്സ്പീരിയൻസസ് കിട്ടും. കൾച്ചറിൻ്റെ എക്സ്പീരിയൻസ്, കൾനറി എക്സ്പീരിയൻസ്, അങ്ങനെ ആളുകളെ, അവരുടെ പെരുമാറ്റങ്ങൾ, മാനേഴ്സ് എല്ലാം, അങ്ങനെ ഒരു ബഞ്ച് ഓഫ് തിങ്സ് ആണ് ഒരു യാത്രയിലൂടെ നമുക്ക് കിട്ടുന്നത്. കുറേ ന്യൂ തിങ്സ് ലേൺ ചെയ്യാൻ പറ്റും. നമ്മൾ തീരെ ഇതുവരെ കാണാത്ത കുറേ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും പറ്റും. ഇതൊരു ടൈമാണ് റിലാക്സ് ചെയ്യുന്നതിൻ്റെയും റീചാർജ് ചെയ്യുന്നതിൻ്റെയും. ഒരേപോലത്തെ വർക്ക് ഷെഡ്യൂൾ എങ്ങനെയാ അത് കണ്ടിന്യൂ ചെയ്യുക? നമ്മളൊരു ബ്രേക്ക് എടുത്തൊന്ന് യാത്ര പോയാലോ എന്ന് ചിന്തിക്കുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ ചുറ്റും ഇപ്പോഴും കൂടുതലായിട്ട് ഉണ്ട്. ട്രാവലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കുറേ പരസ്യങ്ങളും നമുക്ക് ചുറ്റും കാണും അല്ലേ? നമ്മൾ ഓരോന്ന് കാണുമ്പോഴും വീഡിയോസ് കാണുമ്പോഴും ഓക്കെ, ഈ സ്ഥലത്തിന് അടുത്ത പ്രാവശ്യം പോകാം എന്ന് ചിന്തിക്കുന്നവരുണ്ട്. യാത്രകൾ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന്, നമ്മുടെ വ്യക്തിത്വത്തിന് തന്നെ മാറ്റിയെടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് സംസാരിച്ചപ്പോഴേ അവർക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ടിന്. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് യാത്ര ചെയ്യാൻ എന്നുള്ളത് ഒരു വൈമുഖ്യമുള്ള ഒരു കാര്യമാണ്. ഞാൻ യാത്രകളോട് കുറച്ച് വിമുഖതയാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. കുറച്ച് യങ്ങർ ഏജിൽ എനിക്ക് യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. പുതിയ സ്ഥലങ്ങൾ കാണുക, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യുക, അങ്ങനെ ഒരുപാട് ഇഷ്ടമായിരുന്ന ദീർഘദൂര യാത്രകൾ. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ വൈമുഖ്യം എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ തന്നെയാണ്. കൂടുതൽ യാത്ര ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ട്, അതുപോലെ എന്നെ പോലെ തന്നെ യാത്രകൾ ഇഷ്ടമായിട്ട് അവരുടെ യങ്ങർ സ്റ്റേജിൽ പറ്റാതെ വീണ്ടും വീണ്ടും ചിന്തിക്കുമ്പോൾ അതിനോട് ഇഷ്ടമില്ല എന്ന് പറയുന്നവരും ഉണ്ടാകാം അല്ലേ? അപ്പോൾ അവർ യാത്രകൾ നമ്മുടെ ലൈഫിലേക്ക് ഷോർട്ട് ടേം യാത്രകളെങ്കിലും കൊണ്ടുവരണം എന്നാണ് ഇന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ റിസർച്ച് ചെയ്തു യാത്രകളെ പറ്റി. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞതെല്ലാം മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നി. കാരണം നമ്മളുടെ ചിന്തകളും നമ്മളുടെ വിചാരങ്ങളും എപ്പോഴും ചേഞ്ചിങ് ആണ് അല്ലേ? നമ്മൾ എവറി ഡേ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ ധാരാളം യാത്രകൾ ചെയ്യണം എന്നാണ് ലേഖനങ്ങളൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. യാത്രകൾ എന്ന് പറയുമ്പോൾ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ടേം പരിപാടിയാണെന്ന് ചില സമയത്ത് തോന്നാറുണ്ട്. ജീവിതം വളരെ ലഘുവായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ സിമ്പിളായിട്ട് എടുത്താൽ മതിയില്ലേ? എന്തിനാ ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്? ലൈഫ് ഈസ് മെൻ ലൈഫ് ഈസ് മെൻ ഫോർ ഗുഡ് ഫ്രണ്ട്സ് ആൻഡ് ഗ്രേറ്റ് അഡ്വഞ്ചേഴ്സ്. ധാരാളം അഡ്വഞ്ചേഴ്സ് ഉള്ള ഒരു പ്രക്രിയയാണ് ലൈഫ് എന്ന് തോന്നുന്നു അല്ലേ? ലൈഫിലെപ്പോഴും ധാരാളം നല്ല കൂട്ടുകാരുണ്ടായിരിക്കണം, അതുപോലെ നല്ല അഡ്വഞ്ചറസ് ആയിരിക്കണം. എൻ്റെ ഒരു ഫ്രണ്ട് നല്ലൊരു കാര്യമാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത്. നീ യാത്രകൾ ചെയ്യണം, നിൻ്റെ പേഴ്സണൽ ഗ്രോത്തിനും നിൻ്റെ പേഴ്സണൽ ഹാപ്പിനെസ്സിനും നിൻ്റെ ഔട്ട്ലുക്ക് തന്നെ മാറും എന്നാണ് ഇന്നലെ എന്നോട് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത് കേട്ടോ. പക്ഷെ എനിക്ക് തോന്നി, ഇതൊക്കെ വെച്ച് എങ്ങനെ യാത്ര ചെയ്യാനും ഈ സ്റ്റേജിൽ എങ്ങനെ യാത്ര ചെയ്യാം എന്നുള്ളത്. പക്ഷെ യാത്രകളുടെ മാധുര്യം എന്നുള്ളത് അത് കടലായാലും ആകാശമായാലും ഭൂമിയായാലും എല്ലാം തന്നെ മധുരമുള്ള ഒരു അനുഭവം തന്നെയാണ് അല്ലേ? ഞാൻ കുറേ വ്ളോഗ്സ് കാണുമ്പോൾ ഞാൻ പോകാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്ന് ഇപ്പം ഈ അടുത്താണ് മനസ്സിലായത്.
ഓർമ്മയിലുണ്ടായിരുന്നു. നമ്മളിൽ പലരും അങ്ങനെയാണ് അല്ലേ? കുറേ സ്ഥലങ്ങൾ നമ്മുടെ അടുത്ത് തന്നെയുള്ളത് കാണാൻ ശ്രമിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അത് മാറ്റിവെക്കും. അപ്പോൾ യാത്രകൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തണം. അത് എൻജോയ് ചെയ്യണം. ലൈഫ് എൻജോയ് ചെയ്യാനുള്ള ഒരു മാർഗം കൂടിയാണ് ടൂറിസം ആൻഡ് ട്രാവൽ എന്ന് പറയുന്നത്. ആ സ്ഥലങ്ങളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഔട്ട്ലുക്ക്, ജീവിതത്തിനോടുള്ള ഔട്ട്ലുക്ക് തന്നെ ഒന്ന് മാറി വരും. 2-3 ദിവസത്തെ ട്രാവലോ ഒരാഴ്ച ട്രാവലോ ഒക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ച് സെയിം റുട്ടീനിലേക്ക് തന്നെ വരികയാണ് എങ്കിൽ കൂടി ആ ഒരു ഷോർട്ട് ടേം ഹാപ്പിനെസ്, നമുക്കൊരു ബഞ്ച് ഓഫ് എനർജി, അല്ലെങ്കിൽ നമുക്കൊരു നമ്മുടെ ആ ഒരു ത്രെഷോൾഡ് എനർജി കൂട്ടാൻ, നമ്മുടെ പുതിയൊരു തുടക്കം, അല്ലെങ്കിൽ പഴയ ഒരേപോലത്തെ ബോറിങ് ലൈഫിൽ നിന്ന് ഒരു ചേഞ്ച് ആണ് ഈ യാത്രകൾ കൊണ്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ട്രാവൽ മോർ, എൻജോയ്, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എവിടെയായാലും യാത്രകൾ ഇഷ്ടപ്പെട്ട് ചെയ്യുക. അതുപോലെ ധാരാളം അനുഭവങ്ങൾ സ്വായത്തമാക്കുക. സോ ഹാപ്പി ഡേ. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ.